ദൈവവചനത്തിലെ എല്ലാ പ്രബോധനങ്ങളും ക്രിസ്തുവിൽ നാം തികഞ്ഞവരായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. ഈ വാക്യം കേൾക്കുമ്പോൾ നമ്മിൽ ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായേക്കാം. ഞങ്ങൾ ആരുടെയും മോഷ്ടിക്കുന്നവരല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വാക്യം എഫെസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. മോഷ്ടിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നാം പലയിടത്തും കാണുന്ന ഒരു വചനമാണ്. മോഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ മോഷ്ടാക്കളെന്നൊക്കെ പറയുന്നത് ചില പ്രത്യേക തെറ്റുകൾ ചെയ്യുന്നവരെ മാത്രമാണ് നമ്മൾ മോഷ്ടാക്കളായിട്ട് കാണുന്നത്. മാലമോഷണം, വാഹനമോഷണം, അങ്ങനെ മോഷ്ടാക്കൾ എന്ന ആ ധാരണ നാം വെച്ച് പുലർത്തുന്നത് ചില പ്രത്യേക തിന്മകൾ ചെയ്യുന്ന ആളുകളെക്കുറിച്ച് മാത്രമായിരിക്കാം. എന്നാൽ നാം അറിയാതെ ആ ലിസ്റ്റിൽ പെടാറുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ നാം എന്തെങ്കിലുമൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വചനപ്രകാരം മോഷണത്തിൻ്റെ ലിസ്റ്റിലാണ് പെടുന്നത്. ഉദാഹരണമായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുവാനുള്ള നികുതി നാം വെട്ടിക്കുക, അതടയ്ക്കാതിരിക്കുക, കൈക്കൂലി വാങ്ങുക, അതൊക്കെ മോഷണത്തിൽ പെടുന്ന കാര്യമാണ്. മറ്റൊരാളുടെ നന്മ മനഃപൂർവ്വം പിടിച്ചു പറിക്കുന്നതൊക്കെ മോഷണത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. തൊഴിലാളികൾക്ക് തക്ക കൂലി കൊടുക്കാത്തത്, അവരുടെ കൂലി പിടിച്ചു വയ്ക്കുന്നതൊക്കെ മോഷണത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ കൃത്യമായി ജോലി ചെയ്യാതെ ആ സമയം അപഹരിച്ചെടുക്കുന്നതൊക്കെ മോഷണത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. വാചകമടിച്ച് സമയം കളയുന്നതും ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നതും ഒക്കെ മോഷണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. കള്ളക്കണക്കെഴുതുക, വ്യാജ റിപ്പോർട്ടുകൾ ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് അയച്ച് പണം സമ്പാദിക്കുക, ഈ പട്ടികയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്തുവാനുണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഇവിടെ ഓർപ്പിക്കുന്നു, അർഹതപ്പെടാത്തത് മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ നാം ഒരിക്കലും അവകാശപ്പെടുത്തുവാൻ പാടില്ല. മറ്റൊരാളുടെ അറിവോ സമ്മതമോ അനുവാദമോ ഇല്ലാതെ കള്ളം പറഞ്ഞും കള്ളക്കണക്കെഴുതിയും കള്ള റിപ്പോർട്ടുകൾ കൊടുത്തും നാം പിടിച്ചു പറിക്കുന്നതെല്ലാം മോഷണത്തിൽ പെടും എന്നുള്ളത് മറക്കണ്ട. മോഷ്ടാവ് ഇനിയും ഒരിക്കലും മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന അവസാനിപ്പിക്കുകയല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. പിടിച്ചു പറിക്കുക, എല്ലാം തങ്ങളുടേതാക്കുക, മറ്റുള്ളവരുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ അവരറിയാതെ അവരെ ചൂഷണം ചെയ്യുക, ഇതെല്ലാം ആര് ചെയ്താലും അതെല്ലാം അവസാനിപ്പിച്ചിട്ട് പങ്കുവയ്ക്കുവാൻ അവർ പഠിക്കണം എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. അധ്വാനിക്കുന്നതിൻ്റെ ലക്ഷ്യം, ഉദ്ദേശ്യം കൂടെ അവിടെ പറയുന്നു. മുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നല്ലവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത, മരുന്ന് പോലും വാങ്ങിപ്പാൻ ബുദ്ധിമുട്ടുന്ന മുട്ടുള്ള ആളുകൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യർ, അവർക്ക് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് അധ്വാനിച്ചാൽ അതൊക്കെ ഉണ്ടാവും. മനസ്സുണ്ടെങ്കിൽ അതൊക്കെ നമുക്കുണ്ടാവും.
പിടിച്ചു പറിക്കുക, മറ്റുള്ളവരുടേത് ചൂഷണം ചെയ്യുക എന്ന മനോഭാവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക എന്ന ആ അനുഭവത്തിലേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും എത്തിച്ചേരണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരാളെ കാണുമ്പോൾ അയാളിൽ നിന്ന് എന്ത് നേടാം എന്നുള്ള ചിന്തയ്ക്കപ്പുറമായിട്ട് എനിക്ക് വിഷമിച്ചിരിക്കുന്ന, ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യാൻ പറ്റും, അവർക്ക് ദാനം ചെയ്യുവാൻ എങ്ങനെ എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ചിന്തയിലേക്ക് വരണം. നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് മാത്രമല്ല, നമ്മുടെ ലക്ഷ്യം നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മുടെ കരങ്ങളിൽ നന്മകൾ നൽകുകയും ചെയ്യും. ജീവിതത്തിൻ്റെ ലക്ഷ്യം നല്ലതായിരിക്കുന്നത് പോലെ തന്നെ ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള മാർഗവും നല്ലതായിരിക്കണം. പണമുണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം ജീവിതത്തിൽ ഉള്ളപ്പോൾ അത് സമ്പാദിക്കുവാനുള്ള, നേടിയെടുക്കുവാനുള്ള മാർഗം അധ്വാനിക്കുക എന്നുള്ളതാണ്. അത് തൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ബുദ്ധിമുട്ടനുഭവിക്കുന്നവർക്ക് ദാനം ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതും ഇന്നത്തെ വചനത്തിൻ്റെ ഒരു പ്രധാന സന്ദേശമാണ്. അതുകൊണ്ട് പങ്കുവയ്ക്കുന്നവരായിട്ട് ജീവിക്കുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വചനം ഞങ്ങളിൽ പ്രവർത്തിക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്നരികിൽ നിൽക്കും യേശു.